Hi, hello guys, welcome back to my channel. Sandeep Fradian here. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മറ്റുള്ള ചാനലിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനും ഒരുപാട് ഒബ്സർവ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒബ്സർവേഷണൽ സീരീസ് ആണെങ്കിലും ഡിഡക്ഷൻസ് ആണെങ്കിലും മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് സീരീസ് ആയത്. സോ നന്നായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സീരീസ് ഇവിടെ ലോഞ്ച് ചെയ്യാണ്. ആൻഡ് ദ സീരീസ് നെയിം ഈസ് ക്രിപ്റ്റോ. നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുള്ള വേർഡാണല്ലേ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും അതിൻ്റെ മീനിങ് അറിയിക്കും. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ആർട്ട് ഓഫ് സോൾവിങ് എ കോഡ് എന്നാണ് ക്രിപ്റ്റോയുടെ മീനിങ്. നമുക്ക് എല്ലാവർക്കും ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിനെ കുറിച്ചൊക്കെ കുറച്ച് അറിയാം അല്ലേ. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 27 ലക്ഷം രൂപ വിലയുള്ള ഒന്നാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പം ബിറ്റ് കോയിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതം സോൾവ് ചെയ്യുമ്പോഴത്തേനുമാണ് ബിറ്റ് കോയിൻസ് കിട്ടുന്നത്. ഒരുപാട് ടൈം എടുത്ത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മുടെ ബിറ്റ് കോയിൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആ ഒരു പ്രോസസ്സിനെ മൈനിങ് എന്നാണ് പറയുന്നത്. അത്രയും ബുദ്ധിയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും ഒന്നും വേണ്ട. കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ക്രിപ്റ്റോ ഗെയിമിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. പണ്ട് മിലിറ്ററി ബേസിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണിത്. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കാണുന്നവർക്ക് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മെസ്സേജസിനെയോ ഇൻഫർമേഷനെയോ ഒക്കെ പ്രത്യേക തരത്തിൽ ക്രിപ്റ്റോഗ്രാഫ് ചെയ്തിട്ട് ഇവർ അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് അയക്കുന്ന ആൾ മാത്രം ഈ മെസ്സേജിനെ, ആ മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേനും ഇവർക്ക് പോകേണ്ട സീക്രട്ട് സ്ഥലങ്ങളായിരിക്കാം, ഇവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ കൊറിയറിൻ്റെ വസ്തുക്കളായിരിക്കാം. ഇങ്ങനത്തെ പല മെസ്സേജുകളെയും പ്രത്യേക രീതിയിൽ എൻകോഡ് ചെയ്തിട്ട് ഇവർ അയച്ചു കൊടുക്കും. എന്നിട്ട് ഇത് കിട്ടുന്ന റിസീവർ ഒരു പ്രത്യേക തരത്തിൽ ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരും. ബ്ലോക്ക് വരുമ്പോഴത്തേനും ഈ സ്പൈ കോഡിൻ്റെ കൂടെ തന്നെ ഒരു ഹിൻറ്റും കൂടെ കാണും, അല്ലെങ്കിൽ ഒരു ഫൈനൽ ക്ലൂവും കൂടെ കാണും. ഈ ക്ലൂവും ഇദ്ദേഹത്തിന് ഡീകോഡ് ചെയ്തെടുത്ത ആ ഒരു ഇൻഫർമേഷൻ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഈ റിസീവർ അയച്ചിരിക്കുന്ന മെസ്സേജിലെ കണ്ടന്റ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും. അതാണ് ഈ സ്പൈ കോഡിന്റെ പ്രത്യേകതകൾ. ഇങ്ങനെ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ സ്പൈ കോഡുകൾ യൂസ് ചെയ്തിരുന്നത്. കാരണം ഫോണോ അല്ലെങ്കിൽ വേറെ ഇന്റർനെറ്റോ വേറെ ഏതെങ്കിലും ഒരു മീഡിയ ആണെങ്കിൽ ഇത് അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും മാത്രമല്ലല്ലോ, ഇതിൻ്റെ ഇടയിൽ കുറേ തേർഡ് പേഴ്സൺസ് ഒക്കെ ഇത് കാണുകയും ടാപ്പ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ. അതുകൊണ്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇതുപോലുള്ള സ്പൈ കോഡുകളൊക്കെ അന്നും ഇന്നും പല കമ്പനികളും നമുക്ക് ചുറ്റും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രിപ്റ്റോ ഗെയിമിന്റെ ഒരു ഡെമോ വേർഷൻ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരാം. നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു സ്പൈ കോഡാണ്. വളരെ സീക്രട്ട് ആയിട്ട് ഒരു മിലിറ്ററി ബേസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്പൈ കോഡാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഈ സ്പൈ കോഡിന്റെ കൂടെയുള്ള മെസ്സേജ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് വേർ ഈസ് മൈ പാക്കേജ് എന്നാണ് ഇതിന്റെ കൂടെയുള്ള ഒരു ആക്ഷൻ. സോ നമുക്കത് ഡീകോഡ് ചെയ്ത് നോക്കാം. അങ്ങനെ സ്പൈ കോഡ് ഡീകോഡ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങുകളും കാണുന്നില്ല അല്ലേ. അപ്പം നമ്മുടെ കോമൻസിൽ ഒരു കീ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കീ എന്താണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു പർട്ടിക്കുലർ പ്ലേസുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടും. സോ നമുക്ക് ഡിഡ്യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വേർഡും അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷനും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കൊരു വേർഡ് കിട്ടും. അതായിരിക്കും അതൊരു ആൻസർ. ദ പാക്കേജ് ഈസ് ഇൻ പാരീസ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്പൈ കോഡിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. എല്ലാ സൺഡേസിലും നമ്മൾ ഓരോ സ്പൈ കോഡുകൾ ലോഞ്ച് ചെയ്യും. അതിന്റെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് സൺഡേ വരുന്ന സ്പൈ കോഡിന്റെ മുൻപായിട്ട് നിങ്ങൾ ആരാണോ അത് കറക്റ്റായിട്ട് അയച്ചു തരുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു തരുന്ന ഓഡിയോ ക്ലിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് നിങ്ങളുടെ ഒരു വീഡിയോ ഇത് നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ അവർക്കുള്ള ക്യാഷ് പ്രൈസ് ഇൻസ്റ്റന്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. 1000 rupees മുതൽ 2 lakhs വരെയുള്ള ഗെയിമുകൾ ഓൾറെഡി നമ്മൾ സെറ്റാണ്. എല്ലാ സൺഡേസിലും നമ്മളിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതിനു വേണ്ടി പൈസ മാജിക്കിന് എവിടെ നോ, വി ഹാവ് എ സ്ട്രോങ് ബോൾഡ് പില്ലേഴ്സുകളുണ്ട്, സ്ട്രോങ് സ്പോൺസേഴ്സുകളുണ്ട്. അപ്പം ഈ വീക്കിലെ ഗെയിം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഗരുഡ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. കുറച്ച് ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരു ടീമിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സോ ഗൈസ്, നമുക്ക് ഈ വീക്കിലെ ഗെയിമിലേക്ക് കടക്കാം. ഹിയർ ഈസ് യുവർ സ്പൈ കോഡ്.
നമ്മുടെ സ്പൈ കോഡിനെ ഒരു QR ഫോമിലൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ കാണണമെന്നില്ല. ഒരു 1 ടൈം സ്കാൻ ചെയ്താൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഇതിൻ്റെ ഒരു ഇമേജ് ആയിട്ട് വരും. പിന്നെ ഈ ഇമേജിനെ മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഈ ഒരു സ്പൈ കോഡ് ഡിഡ്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ കോമൻസിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഓഡിയോ ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അടുത്ത വീക്കിൽ നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഒരാഴ്ച നിങ്ങൾക്ക് ടൈമുണ്ട്. ഈ വീക്കിലെ വിന്നർ ആരാണെന്ന് നമുക്ക് സൺഡേ ആയിരിക്കും അടുത്ത എപ്പിസോഡ് ലോഞ്ച് ആവുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ വീക്കിലെ വിന്നറിനെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൈൻഡ് ടു മൈൻഡ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഈ ക്രിപ്റ്റോ ഗെയിം എന്ന് പറയുന്നത്. കുറേ കോഡ് ഭാഷകളൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുകയും കുറേ ഒബ്സർവ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ ബ്രെയിൻ കുറച്ചെങ്കിലും ഡെവലപ്പ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾക്ക് സൂപ്പർ ബ്രെയിൻ ആക്കി എടുക്കാനുള്ള കിടിലം ഓപ്പർച്യൂണിറ്റിയാണ്. വർക്ക് ഹാർഡ്, തിങ്ക് ഹാർഡ്, ബി ദ വിന്നർ. സോ നമുക്കപ്പോഴത്തേനും അടുത്ത സൺഡേ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.